യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ നല്ല ദിവസത്തെ ഓർത്ത് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും സംരക്ഷിക്കുന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ദിവസം ഏതെല്ലാം കാര്യങ്ങളിലാണോ ദൈവത്തിൻ്റെ സഹായം, ഇടപെടൽ ആവശ്യമായത്, ആ വിഷയത്തെയെല്ലാം, ആ ഒരു പ്രാർത്ഥനാ നിയോഗങ്ങളെയെല്ലാം ഈ ആദ്യ നിമിഷം തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ദൈവവചനം നാം കേൾക്കുമ്പോൾ അത് നമ്മെ ദൈവകൃപയിൽ, നമ്മെയും നമ്മുടെ കുടുംബത്തെയും നിലനിർത്തുന്നു. നമ്മളെ ദൈവകൃപയിൽ നിലനിർത്താൻ, ദിവസവും നിലനിർത്താൻ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ വചനത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കും. വചനത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ നിഴലിച്ചു നിൽക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിക്കുവാണ്. ഈ ആലയത്തിൽ ഇന്നുവരെ ലഭിച്ച ഓരോ പ്രാർത്ഥനകൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കാം. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, പ്രാർത്ഥനയോടെ കേൾക്കുക. 1 പത്രോസ് 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ഇന്ന് ഈ ചൊവ്വാഴ്ച ദിവസം വചനം കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം സ്ഥാപിച്ച ആ കല്ല്, തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ കല്ല് ദൈവത്തിൻ്റെ വചനം കൂടിയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ഒരിക്കലും. അതിൽ വിശ്വസിക്കുന്നവൻ, ഈ വചനത്തിൽ വിശ്വസിക്കുന്നവൻ എവിടെയും തകർന്നു പോവില്ല, ഒരിക്കലും വീണു പോകില്ല, ഒരിക്കലും ഒന്നും അല്ലാതായി പോകില്ല, ലജ്ജിച്ചു പോകില്ല. ഒന്നും കൂടെ ആ വാക്യം കേൾക്കുക. ഇതാ സിയോനിൽ ഒരു കല്ല് ഞാൻ സ്ഥാപിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. 7-ാമത്തെ വാക്യം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. ഈ വചനം നിങ്ങൾക്ക് അഭിമാനമാണ്. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഈ വചനം നിങ്ങൾക്ക് ശക്തിയാണ്. ഇത് വിശ്വസിക്കുന്നവർക്ക് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. 8-ാമത്തെ വാക്യം. അതവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്നാൽ അടുത്ത ഭാഗം. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. വചനത്തെ ധിക്കരിക്കുന്നവരാ ജീവിതത്തിൽ തട്ടി വീണുപോയത്. അപ്പോൾ വചനത്തെ സ്വീകരിക്കുന്നവരോ എവിടെയും തട്ടി വീഴില്ല, എവിടെയും തട്ടി വീഴാനിടയാകില്ല, എവിടെയും ചതിക്കപ്പെടുകയില്ല. വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ ഭാഗം 8-ാമത്തെ വാക്യത്തിൽ. അതവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും. ആർക്ക്? വിശ്വസിക്കാത്തവർക്ക്. ആ തട്ടി വീഴ്ത്തുന്ന കല്ലും
ഇനി 8-ാമത്തെ വാക്യത്തിന് അവസാനം എഴുതിയിട്ടുണ്ട്, എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ വചനത്തെ ധിക്കരിക്കുന്നവരാ തട്ടി വീഴുന്നത്. ഇതിന്ന് നമുക്ക് ഒത്തിരി അനുഭവങ്ങളിലൂടെ, പലരുടെയും ജീവിതത്തിലൂടെ ഒക്കെയും നമുക്കിത് മനസ്സിലാകും. വചനത്തെ ധിക്കരിക്കുന്നവരുണ്ട്. ഞാനിത് കേൾക്കില്ല, എനിക്കിതിൽ വിശ്വാസമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലതും പറഞ്ഞ് അവിശ്വസിച്ചുകൊണ്ടിരിക്കാതെ ഈ വചനത്തെ സ്വീകരിക്കുക. എത്രയോ വീണുപോയവരെ എഴുന്നേൽപ്പിച്ചതാണെന്നറിയാമോ ദൈവത്തിൻ്റെ വചനം? എത്രയോ തകർന്നതിനെ പുനരുദ്ധരിച്ചതാണെന്നറിയാമോ ദൈവത്തിൻ്റെ വചനം? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് പോലും ഒരുവനെ പിടിച്ചുയർത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, ജീവിതത്തിൽ ഒരിക്കലും ഈ വചനം കേൾക്കുന്ന ആരും ജീവിതത്തിൽ തട്ടി വീഴത്തില്ല. ഇതൊരു അത്ഭുതമാണ്, ഇതൊരു അടയാളമാണ്, ഇതൊരു ശക്തിയാണ്. വചനത്തെ ഓരോ ദിവസവും സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം കൊണ്ടോ, ഒരു ഇടപാട് കൊണ്ടോ, ഒരു ചതിയിലോ വഞ്ചനയിലോ ഒന്നും പോയി തട്ടി വീഴത്തില്ല. എവിടെയും പോയി തട്ടി വീഴില്ല. അതിനു മുമ്പ് തന്നെ ദൈവീക കരം നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ കരം നമ്മളെ മുറുകെ പിടിക്കും. ചില മുന്നറിയിപ്പുകളും മുന്നറിവുകളും ദൈവം നമുക്ക് തരും. ചില അടയാളങ്ങൾ ദൈവം നമുക്ക് തരും. ചില പാകതയും ചില നിലപാടും ചില തീരുമാനവും ഉൾക്കാഴ്ചയും വ്യക്തതയും കൃത്യതയും ഒക്കെയും ദൈവം നമുക്ക് തരും. തട്ടി വീഴത്തില്ല. വചനത്തെ ധിക്കരിക്കാതെ വചനത്തെ സ്വീകരിക്കണം. സാധ്യമായ എല്ലാവർക്കും ഈ വചനമൊക്കെ അയച്ചു കൊടുക്കണം. കേവലം അയച്ചു കൊടുക്കുക മാത്രമല്ല, ഇത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം ഒന്ന് കേൾക്കാൻ പറയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. നമ്മളൊരു ആഗ്രഹമുണ്ട്, ഒരു പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം അടുത്ത ആഴ്ച മുതലാണ് ആഗ്രഹിക്കുന്നത്. അത് മദ്യം, മയക്കുമരുന്ന്, ലഹരിക്കടിമകളായി കഴിയുന്ന അവരുടെ മാനസാന്തരത്തിനും തിരിച്ചുവരവിനുമായിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി പോയ യുവതി യുവാക്കളാകാം, ചില പിതാക്കന്മാർ, ചില സഹോദരങ്ങൾ, ചില ജീവിത സാഹചര്യത്തിൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുറച്ച് ദിവസം അടുത്ത തിങ്കളാഴ്ച മുതൽ ലഹരിക്ക് അടിമകളായി പോയവരുടെ മാനസാന്തരത്തിന് അവർ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാനിടയാകണം. തിരിച്ചു വരണം. മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലോ അറിവിലോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഈ ചൊവ്വാഴ്ച ദിവസം തൊട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുവാണ്. ദൈവമേ, അവരുടെ ജീവിതത്തിലൊക്കെ മാറ്റം ഉണ്ടാകണം, സ്വസ്ഥതയുണ്ടാകണം, സമാധാനം ഉണ്ടാകണം, വഴക്കും ബഹളവും എല്ലാം മാറിപ്പോകണം. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അടുത്ത തിങ്കളാഴ്ച മുതൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളും ഇതൊരറിയിപ്പായിട്ട് കാണുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ വചനത്തിൽ കേട്ടൊരു കാര്യമുണ്ട്. അങ്ങയുടെ വചനത്തെ ധിക്കരിക്കുന്നവർ തട്ടി വീഴുന്നു. എന്നാൽ അതിൻ്റെ നേരെ മറുവശം, അങ്ങയുടെ വചനത്തെ സ്വീകരിക്കുന്നവർ എവിടെയും തട്ടി വീഴുകയില്ല. കാരണം വചനം പാദങ്ങൾക്ക് വിളക്കായി മാറും, വഴികളിൽ വെളിച്ചമായി മാറും. തട്ടി വീഴാൻ ഇടവരുകയില്ല. നിങ്ങളെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടോ? ആരോഗ്യപരമായൊരു വിഷയം, ജോലി സംബന്ധമായൊരു കാര്യം, പ്രതികൂല സാഹചര്യം, ബിസിനസ്സിൽ നഷ്ടം, ഏതെങ്കിലും വിഷയത്തെ നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്ന ആ വിഷയത്തെ ഇപ്പോൾ ഒന്ന് ഓർത്തേ. ആ വിഷയത്തെ ഇപ്പോൾ ഓർത്തിട്ട് ഇങ്ങനെ പറ, കർത്താവ്, ഈ വചനത്തിൻ്റെ ശക്തിയിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഒരു രോഗശാന്തി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഒരു പുതിയ മാർഗം, ഒരു വഴി എനിക്ക് കാണിച്ച് ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ദോഷവും നിനക്ക് വരില്ല, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും നമ്മുടെ കൂടാരത്തെ തൊടുക പോലുമില്ല. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച്
മനസ്സുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. ദൈവം സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ഈ ചൊവ്വാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം, പ്രാർത്ഥിക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.